ഹലോ, നമ്മളിന്ന് നമ്മുടെ പൂച്ചകളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു വന്നതാണ്. ഇത് രണ്ടുമാണ് നമ്മുടെ പൂച്ചക്കുട്ടികൾ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ രണ്ട് പൂച്ചക്കുട്ടികളും രാത്രി കൂട്ടിലാണ് കിടക്കുന്നത്. രാവിലെ നമ്മൾ അഴിച്ച് വേണ്ട താമസമുള്ളൂ, വേഗം അകത്തോട്ട് കയറിക്കോളും. ഇതാണ് നമ്മുടെ അമ്മപ്പൂച്ച. ഇവളുടെ പേരാണ് ജന്ന എന്നാണ് പേര്. ഇതിൻ്റെ മോളാണ്ടത് ഈ വെള്ളപ്പൂച്ച. ഇവൾക്ക് പേരിട്ടേക്കുന്നത് ഫിദു എന്നാണ്. അപ്പോൾ ഇവർ രണ്ടുപേരാണ് നമ്മുടെ കയ്യിലുള്ള ക്യാറ്റ്സ്. നേരത്തെ ഒരുപാട് ക്യാറ്റ്സൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ ജന്നക്ക് ആദ്യത്തേൽ 4 കുട്ടികളും പിന്നത്തേലും 4 കുട്ടികളുണ്ടായിരുന്നു. എല്ലാവരെയും നമ്മൾ കൊടുത്തു. ഇവളെ മാത്രമേ കൊടുക്കാത്തേ ഉള്ളൂ. ഇവളെന്തോ കൊടുക്കാൻ തോന്നിയില്ല, അതുകൊണ്ടാണ്. പിന്നെ നമ്മളിതിപ്പോൾ കാണിക്കണം, ഇവനാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ മസ്താൻ. ഡാഡിയാണിത് നമ്മുടെ പൂച്ചകളുടെ. ഡാഡീനെ നമ്മൾ ഇപ്പോൾ ആളില്ല കേട്ടോ, അവൻ നമ്മളെ വിട്ടു പോയി. അവനത് നമ്മൾ ഇങ്ങനെ പുറത്തൊക്കെ കുറച്ച് നേരം കെട്ടിയിടും. അവന് ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു. അവന് നല്ല സ്നേഹമുള്ള ക്യാറ്റായിരുന്നു കേട്ടോ. ഇവൻ്റെ പേര് മസ്താൻ എന്നായിരുന്നു. ആളൊരു ജില്ലാടി തന്നെയായിരുന്നു. ഭയങ്കര ദേഷ്യമൊക്കെ ആയിരുന്നു, പക്ഷേ ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ അവൻ. അപ്പോൾ അവൻ പോയിട്ട് കുറച്ച് നാളായി നമ്മുടെ അടുത്തുനിന്ന്. അവനെ നമ്മൾ അകത്തേക്ക് അങ്ങനെ അധികം ഇതാക്കില്ല, കാരണം അവൻ യൂറിൻ സ്പ്രേ ചെയ്യേണ്ട പരിപാടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കൂടുതലിങ്ങനെ പുറത്ത് കെട്ടിയിടും. പിന്നെ അകത്ത് കൂട്ടിലായിരുന്നു. കണ്ടോ, നല്ല സുന്ദരനായിരുന്നു അവൻ. പിന്നെ ജന്നയുടെ ഇത് കുഞ്ഞുങ്ങളായിരുന്നു കേട്ടോ ഇവരൊക്കെ. ഇപ്പോൾ ഇതിലൊരാളാണ് ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത്. ബാക്കി എല്ലാവരും നമ്മൾ കൊടുത്തു. ബാക്കി 3 പേരെയും കൊടുത്തു. നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടും, പിന്നെ നമുക്കറിയാമല്ലോ ക്യാറ്റ്സിന് നമ്മൾ അതേപോലെ കൊണ്ട് നടക്കണം. അതിൻ്റെ എല്ലാവരും ഒരുപോലെ കൊണ്ടു നടക്കാൻ നമുക്ക് പറ്റാത്തതുകൊണ്ടാണ് കൊടുത്തത്. കൊടുക്കാൻ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, നല്ല രസമായിരുന്നു. ഇവർ 4 കൂടി ഉള്ളപ്പോൾ ഭയങ്കര കളിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ കൊടുക്കേണ്ട വന്നതുകൊണ്ടാണ് കൊടുത്തത്. ഇതിലൊരാളാട്ടോ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത്, ഫിദു എന്ന് പറഞ്ഞത്. ജന്നയുടെ ഈ 4 മക്കളിൽ ആദ്യത്തേലും 4 മക്കളുണ്ടായിരുന്നു. അവരെ നമ്മൾ 4 പേരെയും കൊടുത്തായിരുന്നു കേട്ടോ. ഇതേപോലെ നമുക്ക് ഇനി മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ അവരെ പേർഷ്യൻ ക്യാറ്റ്സിനെ വളർത്തുന്നവർക്ക് അറിയായിരിക്കും. കാരണം ഇവരെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ജോലി തന്നെയാണ്, എക്സ്പെൻസുമാണ്. ക്യാറ്റ് ഫുഡും ക്യാറ്റ് ലിറ്ററും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് നല്ല എക്സ്പെൻസ് ആവും. അങ്ങനെ പിന്നെ അവരെ നോക്കുകയും വേണം നല്ലപോലെ. ഇവർക്ക് അസുഖങ്ങളൊന്നും വരാതെയും എല്ലാം നോക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മളന്ന് കൊടുത്തത്. പിന്നെ ഇവരുടെ കളികളൊക്കെ കാണുമ്പോൾ നല്ല രസമായിട്ട് കിടക്കും. പിന്നെ നമുക്ക് ഫോണിൽ ഇത് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചേക്കുന്നുണ്ട്. ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ കാണാം ഇവരെയൊക്കെ. ഒരു പ്രത്യേകിച്ചും പൂച്ചകളുടെ കളികളൊക്കെ കാണുമ്പോൾ നമുക്കൊരു സുഖമാണല്ലോ, മനസ്സിനും ഒരു സുഖമാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ പൂച്ച വിശേഷങ്ങൾ. ഇതിന് മുമ്പും ഉണ്ടായിരുന്നു ഇതേപോലെ 4 ക്യാറ്റ്സ്. അവരെ നമ്മളെല്ലാവരെയും കൊടുത്തായിരുന്നു. ഇതിലിപ്പോൾ ഒരാൾ ഫിദുവിന്, അവൾ ഭയങ്കര കുറുമ്പി ആയതുകൊണ്ടും ഇച്ചിരി കളികളും കാര്യങ്ങളും കുറുമ്പും എല്ലാം കൂടുതലുള്ളതുകൊണ്ട് മാത്രമാണ് ഇവളവിടെ നമ്മൾ നിർത്തിയത്. കൊടുക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര രസമായിരുന്നു, അത്രയും ക്യൂട്ടായിരുന്നു. 4 ഏറ്റവും ആക്റ്റീവായിരുന്നു അവൾ. അങ്ങനെ അതായതുകൊണ്ടാണ് നമ്മൾ ഇവളെ കൊടുക്കാമായിരുന്നു. ഇവളെ ഇങ്ങോട്ട് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് പറ്റുമില്ലായിരുന്നു. അതുകൊണ്ടാണ്. കണ്ട, ഇതൊക്കെയാണ് ഇത് നമ്മുടെ പുറത്ത് നമ്മൾ വളർത്തിക്കൊണ്ടിരുന്ന ഒരു പൂച്ചയാട്ടോ. ഫുഡും കാര്യങ്ങളെല്ലാം നമ്മുടെ വീടിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടാവും. പക്ഷേ ഇതിന് കുറച്ച് ദിവസം മുന്നേ 3-4 പട്ടികൾ ചേർന്ന് വന്ന് കടിച്ച് കൊന്ന് കളഞ്ഞു. പാവം. നമ്മൾ എപ്പോഴും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, കാരണം നമ്മളെപ്പോഴും ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നതാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പൂച്ച വിശേഷങ്ങൾ. അവളുടെ മെയിൻ സ്ഥലമാട്ടോ ഇത്, ജന്നയുടെ. അപ്പോൾ കണ്ട, ഇങ്ങനെയൊക്കെ വന്ന് നമുക്ക് പറഞ്ഞ പോലെ പെറ്റ്സ് ഉണ്ടാവുക എന്ന് പറഞ്ഞത് വളരെ നമ്മുടെ മൈൻഡ് തന്നെ റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്.
പെറ്റ്സിനെ വളർത്തുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോസും ചാനലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ, ബൈ.